തീ കാണാം. അവിടെ തീ നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ തീ കാണാം. തീ പൂർണ്ണമായും കെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും പൊട്ടുന്നതിന്റെ ശബ്ദം കേൾക്കാം. അവിടെ ഇപ്പോഴും അവിടെ പൊട്ടുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ക്യാമറ വാങ്ങി സൂക്ഷിച്ച ഭാഗത്തേക്ക് പോയാൽ മതിയാകുമെന്ന് തോന്നുന്നു. വേഗം വേഗം. ഇപ്പോഴും പൊട്ടുക തന്നെയാണ് വിനീത. ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമുണ്ട്. പക്ഷേ അവിടെ നിറയെ കരിമരുന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. അവിടെ മുഴുവൻ കത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. മുണ്ടത്തിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന പ്രാഥമിക വിവരങ്ങൾ കൂടി വരുന്നു. തൊഴിലാളികൾക്കാണ് പൊള്ളലേറ്റത്. പ്രതികരണങ്ങളിലേക്ക് എപ്പോഴായിരുന്നു സംഭവം? ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ്. ഏത് ഭാഗത്തായിരുന്നു അവിടെ ആളുകളുണ്ടായിരുന്നോ? എത്ര ആളുണ്ടെന്ന് അറിയാം. 5 പേരെ പൊള്ളലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? എത്ര ആൾ അവിടെ ഉണ്ടെന്ന് പറയാറായിട്ടില്ല. അതിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്താണെന്ന് നമുക്ക് പറയാറായിട്ടില്ല. കാരണം നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. നമ്മൾ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സൗണ്ടിലുള്ള ഒരൊറ്റ അലക്ക് 2 പൊട്ടാണ് അലക്ക്. അപ്പൊ അതുകൂടി ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കൂടെ അലക്കിയിട്ട്. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു? ഒരു പിടുത്തമില്ല. ഓണർ ആദ്യം കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വിനീത. ഇപ്പോഴും പൊട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. വളരെ സൂക്ഷിച്ചു നിന്നാ മതി ബിജു സൂക്ഷിച്ചു നിന്നാ മതി. ഇങ്ങോട്ട് മാറി നിൽക്കോ. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പൊട്ടിത്തെറി കേൾക്കുന്നുണ്ട്. ജയ്സൺ സുരക്ഷിതമായ അകലം പാലിച്ചു അതായത് വിനീത ഒരു കാര്യം മനസ്സിലാക്കണം. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 വെടിക്കെട്ടുകൾ നടത്തേണ്ട സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ തന്നെ പ്രധാന വെടിക്കെട്ടും നടത്തേണ്ട മുഴുവൻ സാമഗ്രികളും സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഏതാണ്ട് സമ്പൂർണ്ണമായി കത്തിയരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ 5 പേരെ ഈ ആളെ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? ഒരു 6 ആളെ പോയിട്ടുണ്ട്. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? 30 ആളോളം ഉണ്ടാവണം. 30 പേരോളം. വിനീത 30ഓളം പേര് ഇപ്പോഴും ശബ്ദം കേൾക്കാൻ നമുക്ക് ഇവിടെ ഇപ്പോഴും അതിനകത്ത് പൊട്ടിക്കൊണ്ടിരിക്കും. ഒരു രീതിയിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല.